ഹായ് ഗായ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ടതുപോലെ തന്നെ നമ്മളൊരു കുറച്ച് കൂടുതൽ അവേഴ്സ് ഇരുന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ സൺഡേ രാത്രിയാണ്. അപ്പം നാളെ മൺഡേ ആണ് നമ്മൾ സ്റ്റഡി വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ട്യൂസ്ഡേ ആയിരിക്കും വ്ളോഗ് അപ്ലോഡ് ചെയ്യുക. ഈ ഇത്രയും മണിക്കൂർ ഇരുന്ന് പഠിക്കുക വെച്ചാൽ വലിയ കാര്യമൊന്നുമല്ല എന്ന് എനിക്കറിയാം. കാരണം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ 10, 12, 15 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. സോ ഇത് വലിയ കാര്യമൊന്നുമല്ല. ഇത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ എനിക്കിത് വലിയ കാര്യമാണ്. കാരണം ഞാൻ ഇപ്പോൾ ഒരു ദിവസം 1 മണിക്കൂറൊക്കെ തന്നെ പഠിച്ചാൽ അത് വലിയ കാര്യമാണ്. അപ്പം ഞാൻ ഇത്രയും മണിക്കൂർ പഠിച്ചു വെച്ചാൽ എനിക്ക് വലിയ കാര്യം. മാത്രമല്ല നാളെ ഒരു ഹോളിഡേയോ കാര്യങ്ങളോ ഒന്നുമല്ല. നമുക്ക് ക്ലാസ്സുണ്ട്, ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമലി എല്ലാവർക്കും 6 to 8 hours അടുത്താണല്ലോ ക്ലാസ് വരിക. എനിക്കും അതുപോലെ തന്നെ 6 hours ക്ലാസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ വേണം ഇത്രയും മണിക്കൂർ പഠിക്കാൻ. അതിൻ്റെ ഇടയിൽ നമുക്ക് ബാക്കി ഉറങ്ങാനും കഴിക്കാനും കുടിക്കാനൊക്കെ വേണം. എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പോൾ പഠിക്കണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് 3-4 കാര്യങ്ങൾ വേണം. ഒന്ന്, പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ വേണം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു 10-12 മണിക്കൂർ പഠിക്കാതിരുന്നാലും നമുക്ക് എത്ര ആണെങ്കിലും ഇരിക്കാം. പക്ഷെ നമ്മൾ പഠിക്കുകയോ ഇല്ലയെന്ന് അറിയത്തില്ലല്ലോ. നമുക്ക് പഠിക്കണമെങ്കിൽ ഒരു മോട്ടിവേഷൻ വേണം. സെക്കൻഡ്, ഈ ഫോൺ അഡിക്ഷൻ എന്നുള്ളൊരു സാധനം അങ്ങോട്ട് മാറ്റിക്കളയണം. ഫോൺ എന്നുള്ളൊരു സാധനമേ അങ്ങോട്ട് മാറ്റിക്കളയണം. അതാണ് വേണ്ടത്. രണ്ടാമത്. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം. അതിപ്പോൾ പഠിത്തമായാലും ജോലിയായാലും എന്തായാലും ഓക്കെ, ഈറ്റാണെങ്കിൽ എല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം. അപ്പോൾ ഈ 3 മെയിൻ കാര്യങ്ങളാണ് വേണ്ടത്. മോട്ടിവേഷൻ വേണം, ഫോൺ അഡിക്ഷൻ വേണ്ട, പിന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ നാളെ നമുക്ക് നോക്കാം. അത്രയും മണിക്കൂർ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കഷ്ടപ്പെട്ട് പഠിക്കണം. മോട്ടിവേഷനോടെ പഠിക്കണം. ഫോൺ പിന്നെ എനിക്ക് വലിയ സീനില്ല. ഓക്കെ, ഫോൺ എനിക്ക് വലിയ സീനില്ല, ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം വെളുപ്പിനെ 3 മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ലാപ്പ് എടുത്തുകൊണ്ടിരുന്നു. എന്തിനാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമർ വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത്രയും നേരത്തെ എണീറ്റല്ലേ, അപ്പോൾ കുറച്ച് കൂടുതൽ സമയം നമുക്ക് പഠിക്കാനായിട്ട് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ടൈമർ സെറ്റ് ചെയ്തിട്ട് പഠിക്കാതിരിക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമർ സെറ്റ് ചെയ്യുമ്പം ഒരു എസ്തറ്റിക് വൈബൊക്കെ ഉണ്ടാവും എന്നുള്ള ശുഭപ്രതീക്ഷയോടെയാണ് ടൈമറൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് എസ്തറ്റിക്സ് ആണ്. എസ്തറ്റിക്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു ഉറുമ്പ് പോലും എസ്തറ്റിക് എന്ന് പറയാനില്ല. അതുകൊണ്ട് നമുക്ക് റിയലിസ്റ്റിക് വ്ളോഗ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. നമ്മളങ്ങനെ ടൈമറൊക്കെ 5 hours ടൈമറൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കെമിസ്ട്രി വെച്ചിട്ടാണ് രാവിലെ തന്നെ തുടങ്ങിയത്. ഇതിൻ്റെ ക്ലാസ് ഞാൻ നോക്കുന്ന ഇപ്പോഴത്തെ ലെസൻ്റെ ക്ലാസ് 2 ദിവസം മുന്നേ യൂട്യൂബിൽ കണ്ടു. എക്സാമിനറിൻ്റെയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പം എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി, അങ്ങനെ എടുത്തതാണ്. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ CBSE സിലബസ് ആണല്ലോ ഞാൻ. അപ്പം നമ്മൾ എക്സാമിനറിൻ്റെയോ അല്ലെങ്കിൽ സൈലത്തിൻ്റെയോ ക്ലാസ്സാണ് കാണൽ. അപ്പം എനിക്ക് തോന്നുന്നു ഈ 2 ടീംസും സ്റ്റേറ്റ് സിലബസാണ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. കാരണം അവരുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് തുറന്നു നോക്കുമ്പോഴേക്കും എന്തൊക്കെയോ തകരാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വേറെ കോൺസെപ്റ്റുകളുണ്ട്, എക്സ്ട്രാ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല ഇവരുടെ ക്ലാസ്സിൽ കുറച്ചും കൂടെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചെയ്യിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറെ നല്ല നല്ല ക്ലാസ്സുകളുണ്ട് കേട്ടോ. വേറെ ഹിന്ദി ലാംഗ്വേജിൽ ഒരുപാട് നല്ല അടിപൊളി ക്ലാസ്സുകളുണ്ട്. പക്ഷേ അതിനൊന്നും ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഇല്ല. അപ്പം അങ്ങനെ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഇല്ലാത്ത ഒരു ഹിന്ദി ക്ലാസ് ഹിന്ദി അറിയാത്ത ഞാൻ കണ്ടാലുള്ള അവസ്ഥ വളരെ മോശമായിരിക്കും. ഞാനൊരിക്കൽ അങ്ങനെ കണ്ട് ട്രൈ ചെയ്തു. പക്ഷെ എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ച് ഓണം പോലെയെന്ന് പറഞ്ഞ് എക്സാമിനറും സൈലവും പിടിച്ചുകൊണ്ട് നടക്കുവാണ്. പിന്നെ അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ക്ലാസ്സസ് കാണുമ്പം കുറച്ചുകൂടെ നല്ല നല്ല നോട്ട്സ് കിട്ടും. അതായത് കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള നോട്ട്സ് കിട്ടും. ടെക്സ്റ്റ് തുറന്നു കഴിഞ്ഞാൽ ഓരോ ഡെഫിനിഷൻസ് ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷെ മറ്റത് അങ്ങനെയല്ല. അപ്പോൾ ടെക്സ്റ്റിലെ ചിലതൊക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് കിട്ടിയ നോട്ട്സ് വെച്ച് പഠിക്കാം. അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ടൈമർ അവിടെ പോസ് ചെയ്തിട്ട് ഒരു കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ കോഫി ഉണ്ടാക്കിയപ്പം ഒരു പ്രശ്നം പറ്റിയത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കടുപ്പം വല്ലാണ്ട് അങ്ങോട്ട് കൂടിപ്പോയി. മനുഷ്യന് ബോധമൊന്നുമില്ലല്ലോ. വെളുപ്പിനെ ഇത്രയും മണിക്ക് ഇരുന്ന് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോ അബദ്ധങ്ങളൊക്കെ പറ്റും. ഇത് തിളച്ചിരുന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയെന്ന്. എങ്കിലും ഞാൻ എൻ്റെ കോൺഫിഡൻസ് വിട്ടില്ല. പിന്നെ എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കയ്പ്പായാലും കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു.
അത് വെറും വിചാരം മാത്രമാണെന്ന് എനിക്ക് കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അതേപോലെ അവിടെ വെച്ചു. പിന്നെ ഉണ്ടാക്കിയതല്ലേ എന്നോർത്തിട്ട് ഞാൻ കുറച്ചുകൂടെ എടുത്ത് കുടിച്ചായിരുന്നു. അല്ലാതെ ടേസ്റ്റ് ഉണ്ടായിട്ടൊന്നുമല്ല. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കെമിസ്ട്രിയിൽ തന്നെയാണ് കേട്ടോ. കെമിസ്ട്രി വായിച്ച് വായിച്ച് ഞാൻ മടുത്തു. അപ്പോൾ പിന്നെ അതിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതിരുന്ന് ചെയ്യുന്നതാണ് കാണുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും പഠിച്ച് മടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പം മാറ്റണം, അപ്പം മാറ്റി പിടിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ കെമിസ്ട്രി വായിച്ച് പഠിക്കുന്നത് ബോറടിച്ചപ്പോഴേക്കും എന്തിലേക്ക് മാറ്റണം എന്നൊരു ഡൗട്ട് എനിക്കവിടെ വന്നില്ല. കാരണം എന്തിലേക്ക് വേണമെങ്കിലും മാറ്റാം. കാരണം എല്ലാം പഠിക്കാനുണ്ട്. എനിക്കാകെ എന്തിൽ തുടങ്ങണം എന്നൊരു ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ ഞാനൊരു ബോധമില്ലാതെ കെമിസ്ട്രി വെച്ച് തുടങ്ങുകയും ചെയ്തു. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും വെച്ച് സ്റ്റക്ക് ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം എല്ലാം പഠിക്കാനുള്ളതാണ്. ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ യൂട്യൂബിൽ ക്ലാസ് കാണാം. അങ്ങനെ എക്സാമിനർ എടുക്കണോ സൈലം എടുക്കണോ എന്നുള്ളൊരു തർക്കത്തിനൊടുവിൽ ഞാൻ സൈലം തന്നെ എടുത്തു. കാരണം ഈ ഒരു ലെസൺ ഈ ലെസൻ്റെ പേര്, ഞാൻ കാണുന്ന ലെസൻ്റെ പേര് D&F ബ്ലോക്ക് എന്നാണ്. അതിലാണെങ്കിൽ എക്സാമിനറിൽ ഒരു നല്ല ക്ലാസ് ഇല്ല ഗൈസ്. ഞാൻ സാധാരണ എപ്പോഴും എക്സാമിനറാണ് മാക്സിമം കാണാൻ ശ്രമിക്കൽ. പക്ഷേ അതിൻ്റെ ഒരു നല്ല ക്ലാസ് എക്സാമിനറിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ സൈലം തന്നെ എടുത്തു. അപ്പോഴേക്കും പിന്നെ നമ്മുടെ വീട്ടിലെ ടുട്ടു എണീറ്റങ്ങോട്ട് വന്നു. അവൻ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പുറം ലോകം കാണണം. കാണിക്കണുണ്ട് അവനാണ് ഡോർ തുറക്കണേന്ന് തോന്നുന്നു കേട്ടോ. ഇവനാണെങ്കിൽ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പുറത്ത് പോകണം, അത് മസ്റ്റാണ്. പക്ഷേ അതൊരു നല്ല കാര്യം കൂടെയാണ്. എനിക്കും കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് അത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുമായിരിക്കും അപ്പോഴേക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോൾ നല്ലതല്ലേ. പിന്നെ ഞാൻ തിരിച്ച് കയറിയിട്ട് ക്ലാസ് കാണുന്നതിന് പകരം ബോർഡ് എടുത്ത് അതിൽ കുറച്ച് മാത്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ചെയ്തു, ബോറടിച്ച് ക്ലാസ് കണ്ട് ബോറടിച്ചപ്പോൾ നമ്മൾ ബോർഡ് എടുത്തിട്ട് മാത്സ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കെമിസ്ട്രി വായിച്ച് പഠിച്ച് ബോറടിച്ചപ്പോൾ നമ്മൾ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ മാറ്റി മാറ്റി കളിക്കണം. അപ്പോഴാണ് നമുക്ക് വിശന്നത്. വിശക്കുമ്പോൾ പഠിക്കാൻ പറ്റില്ലല്ലോ. വിശന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മാഗി ഇരിക്കുന്നുണ്ട്. പിന്നെ അതെടുത്ത് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ മാഗി കഴിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല. എന്നാലും അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ കഴിക്കാതിരിക്കാൻ തോന്നിയില്ല. എനിക്കാണെങ്കിൽ എപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോഴും കഴിക്കുമ്പോഴും ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചേച്ചിയും ഞാനും വീട്ടിലുണ്ടായിരുന്ന സമയത്ത് എപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കിയാലും ഞങ്ങൾ രണ്ടുപേരും ഒരു നൂല് പോലും കൂടുകയോ കുറയുകയോ ചെയ്യാതെ ഡിവൈഡ് ചെയ്ത് കഴിക്കും. ഇപ്പം ആലോചിക്കുമ്പം അങ്ങനെ കഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നലുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി കിടന്നുറങ്ങാൻ പോവാണ്. ഞാൻ ഇനി ഒരു 2 മണിക്കൂർ കിടന്നുറങ്ങും. അപ്പം നിങ്ങൾ വിചാരിക്കും ഉറങ്ങാനാണെങ്കിൽ പിന്നെ എന്തിനാണ് നേരത്തെ എഴുന്നേറ്റത്, സാധാ ടൈമിൽ എഴുന്നേറ്റിരുന്ന് പഠിച്ചാൽ പോരെ കുട്ടിക്ക് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ വ്യത്യാസമുണ്ട് ഗൈസ്. നമ്മൾ രാവിലെ കുറച്ചുകൂടെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ അത്ര ഉറക്കം പോയി കിട്ടും. പക്ഷെ ആക്ച്വലി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എല്ലാവരും ആക്റ്റീവായിരിക്കുന്നൊരു സമയമാണ്. അപ്പം ഇപ്പോൾ പോയി പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് നോട്ട് അറ്റ് ഓൾ എ പോസിബിൾ തിങ്. അതൊരു പോസിബിളായിട്ടുള്ളൊരു കാര്യമേ അല്ല. സോ നമുക്കിപ്പോൾ കിടന്നുറങ്ങാം. എന്നിട്ട് നേരത്തെ എഴുന്നേറ്റിട്ട് പഠിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. അങ്ങനെ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. ചെറുതായിട്ട് ഒരു ഉടായിപ്പ് പഠിത്തൊക്കെ പഠിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉറക്കം എഴുന്നേറ്റിട്ട് നമുക്ക് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാനുണ്ട്. സോ നമുക്ക് വൈകാതെ ഉറങ്ങാൻ പോകാം. ഞാൻ കൂടുതൽ കിടന്ന് വളവളടിക്കുന്നില്ല. കാരണം ഇപ്പം പഠിക്കേണ്ട സമയമായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഇത് സംസാരിച്ചേനെ. ഇത് ഉറങ്ങേണ്ട സമയമാണ്, ഭയങ്കര പ്രഷ്യസ് ആണ്. സോ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. ഉറങ്ങിയിട്ട് കാണാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ 10:30 ആവാറായപ്പോഴേക്കും എണീറ്റു. 10:30 നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന ടൈമാണല്ലോ. അങ്ങനെ ക്ലാസ്സൊക്കെ തുടങ്ങി. ക്ലാസ്സിലിരിക്കുമ്പോഴും ഞാൻ വിചാരിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാൻ ചെയ്യേണ്ടായിരുന്നത്. അതായത് ഞാൻ ഒരു ലെസണിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അതേ എക്സസൈസ് തന്നെയായിരുന്നു ക്ലാസ്സിലും ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യനും ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യനും വേറെ വേറെ ആയിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ സ്ക്രീനൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഗൂഗിളിൽ നിന്ന് ആൻസർ നോക്കണമല്ലോ, വെറുതെ ചെയ്ത് വിട്ട് കാര്യമില്ല, വല്ലതും ശരിയാണോ നോക്കണമല്ലോ. അതിനൊക്കെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരുന്ന് ചെയ്യാണ്. ഞാനും ചെയ്യുന്നതും കെമിസ്ട്രി തന്നെ കേട്ടോ. നമുക്ക് ക്ലാസ്സിലും രാവിലെ മുതൽ ഉച്ച വരെയും കെമിസ്ട്രി തന്നെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വിശന്നപ്പം അടുക്കളയിൽ ഒരു ഏത്തപ്പഴം ഇരിക്കുന്നത് കണ്ടു. അതിനെ വെറുതെ വിടൂലല്ലോ. അവിടെ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു, അതും ചൂടാക്കി വറുത്തെടുത്ത് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ എണ്ണയിലും നെയ്യിലും ബട്ടറിലൊക്കെ ഇട്ട് പഴം വറുത്ത് കഴിക്കാനായിട്ട്. പിന്നെ അവിടെ ഒരു ഓറിയോ പാക്കറ്റും കൂടി ഇരിക്കുന്നത് കണ്ടു. എന്താ അറിയില്ല, ഭയങ്കര വിശപ്പ്. ഉറങ്ങി കഴിഞ്ഞിട്ട് എഴുന്നേറ്റോണ്ടാണ് അത്ര വിശപ്പെന്ന് അറിയില്ല. കുറച്ച് ഓറിയോയും കൂടെ കഴിച്ചു. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് അമ്മ ചോറ് വാരി തന്നു, അതും കഴിച്ചു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തപ്പോഴേക്കും പിന്നെ ടുട്ടുമായിട്ടുള്ള സ്നേഹപ്രകടനമാണ് നിങ്ങളീ കാണുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും കെമിസ്ട്രി എടുത്ത് വെച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തേൻ്റെ ബാക്കി വായിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ പിന്നെ ഒറ്റ മൈൻഡിൽ അതിരുന്ന് പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിരുന്ന് പഠിക്കുന്നത്.
അങ്ങനെ 2 മണി മുതൽ 4 മണി വരെ ഇരുന്ന് പഠിച്ച ശേഷം എനിക്ക് ഗൂഗിളിൽ നിന്ന് നല്ല അടിപൊളി നോട്ട്സ് കിട്ടി ഗൈസ്, ഓരോ പാഠത്തിൻ്റെയും. എനിക്ക് തോന്നുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. കാരണം ടെക്സ്റ്റിൽ ഇല്ലാത്ത കുറേ കോൺസെപ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അത് അടിപൊളി നോട്ട്സ് ആയിരുന്നു. എൻ്റെ സന്തോഷമാണ്. പിന്നെ 4 മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുറച്ച് നേരം എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിനായിട്ടിരുന്നു. 4:45 ആയതുപോലും ഞാൻ അറിഞ്ഞില്ല. അപ്പോഴേക്കും ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കുറച്ച് അല്ലറ ചില്ലറ സ്നാക്സൊക്കെ ഞാൻ കഴിച്ചു. ഇത് കമ്പ്യൂട്ടർ ക്ലാസ്സസ് ആണ് കേട്ടോ. ഞാനൊരു വ്ളോഗ് ഇട്ടതിൽ ഇത് മേടിക്കാൻ പോകുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. മേടിച്ച അന്ന് തന്നെ കിട്ടിയില്ല, 2 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഇതിപ്പോൾ ക്ലാസ് കാണുവാണെങ്കിൽ കൂടിയിട്ട് എനിക്ക് വിചാരിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് കൂടെ. കാരണം ക്ലാസ്സിലും ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ചെയ്യിപ്പിക്കുന്നത്. ആ ലെസൺ കഴിഞ്ഞു, എടുത്തുകൊണ്ടിരിക്കുന്ന ലെസൺ കഴിഞ്ഞിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഗൈസ് നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പം അരമണിക്കൂറായി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, പഠിക്കാതിരിക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോഴൊക്കെ സാധാരണ ദിവസം ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിരാപാരം നടന്നിടേണ്ട സമയമാണ്. കുഴപ്പമില്ല, നമുക്ക് കുറച്ച് നേരം പഠിക്കാം. തണുക്കുന്ന ചെറുതായിട്ട്, കുളിക്കണമല്ലോ അല്ലേ, കിടക്കുന്നതിന് തന്നെ കുറച്ചാണ്. അപ്പോൾ നമ്മുടെ ചാലഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ ഇനിയൊരു 1.5-2 മണിക്കൂറൊക്കെ പഠിച്ചാൽ മതി. പക്ഷേ മണിക്കൂറുകൾ പഠിക്കുന്നതിലല്ല കാര്യം, എന്തോരം പഠിക്കുന്നുണ്ട് എന്നതിലാണ് കാര്യം. പഠിക്കുന്ന വല്ലതും തലയിൽ കയറുന്നുണ്ടോ എന്നതിലും കൂടെയാണ് കാര്യം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്നൊരു ദിവസം മൊത്തം ഇരുന്ന് പഠിച്ചിട്ടും കാര്യമില്ല. രാവിലെ 5 മണിക്കൂർ പഠിച്ചു. 5 ഒരു 4.5-4.25 മണിക്കൂറൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് 1.5 മണിക്കൂറൊക്കെ. ഇപ്പോൾ ഇപ്പോൾ 4 ടൂട്ടിയിൽ 5 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. എന്നാലും 6 മണിക്കൂർ രാവിലെ, പിന്നെ ഉച്ചയ്ക്ക് 2 മണിക്കൂർ പഠിച്ചു. 6, 7, 8 മണിക്കൂറായി. എനിക്ക് അതിൻ്റെ റിസൾട്ടൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ പഠിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ. 10 മണിക്കൂർ എന്ന് പറയുമ്പം 2 മണിക്കൂറോടെ ഉണ്ട്. പക്ഷെ ഇപ്പം വൈകുന്നേരം ക്ലാസ്സിലും ഞാൻ പഠിക്കേണ്ടായിരുന്നു. അതായത് ക്ലാസ്സിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുക, നമ്മളും കൂടെ ചെയ്യുക മാത്രമല്ല, നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കുക. അതും ഏതാണ്ട് 1 മണിക്കൂർ ഞാൻ അങ്ങനെ ഇരുന്ന് ഇതാക്കിയിട്ടുണ്ട്. അതാണ് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒരു ഗുഡൻസ്. ഞാൻ അങ്ങനെ ഓൺലൈൻ ക്ലാസ് എപ്പോഴും അങ്ങനെയൊന്നുമല്ല. ഇന്നിപ്പോൾ ഒരു ചാലഞ്ച് എടുത്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്നുള്ളൂ. സാധാരണ ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് അവിടെ നടക്കും, ഞാനവിടെ വേറെ എന്തെങ്കിലും ഇങ്ങനെ തരാപര നടക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കാണും, അതൊക്കെ തന്നെ. ഇന്നിപ്പോൾ പിന്നെ പഠിക്കേണ്ട ഒരു ടാസ്ക് ആയതുകൊണ്ട് ആ സമയം കൂടെ എടുത്ത് പഠിച്ചു എന്നേ ഉള്ളൂ. നമുക്കിനി 1 മണിക്കൂർ കൂടെ ഇരിക്കേണ്ട ആവശ്യമുള്ളൂ. ആക്ച്വലി എക്സസൈസിൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാണ്ട്, ഒരു 10 ക്വസ്റ്റ്യൻസ് അത്രയും ചെയ്യുമ്പോൾ തന്നെ 1 മണിക്കൂറാവും. കാരണം എനിക്ക് നോക്കിയിട്ടൊരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പം നമുക്ക് അതുകൂടെ ചെയ്ത് തീർത്തിട്ട് നമുക്ക് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ രാവിലെ മുതൽ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. അടുത്ത് അങ്ങോട്ട് വെക്കുന്നു, ഇതടുത്ത് ഇങ്ങോട്ട് വെക്കുന്നു. ഈ സ്റ്റാൻഡും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കൽ ചില്ലറ പരിപാടിയൊന്നുമല്ല. അപ്പം പ്രത്യേകിച്ച് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് കാര്യങ്ങളൊക്കെ എടുക്കൽ ഒട്ടും ചില്ലറ പരിപാടിയല്ല. എന്നാൽ നമുക്ക് ഇടയ്ക്കൊക്കെ മടി വന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കാനും തോന്നില്ല. പക്ഷേ ഇത്ര എടുത്തും പോയി, അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, അടുത്ത ദിവസം എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ തൊട്ട് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു ഇത് വരും. അപ്പം എന്തായാലും ഇതിങ്ങോട്ട് മാറ്റി വെക്കട്ടെ. നമുക്ക് ചെയ്യാനുള്ളൊരു 10 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്യാം. അപ്പോഴേക്കും ഏതാണ്ട് ചാലഞ്ചൊക്കെ സെറ്റാവും. ഓക്കെ, നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കിടക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ യൂട്യൂബിൽ ഉപ്പുമുളക് ഓണാക്കി വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഗൈസ് ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, ആ ഒരു പരിപാടിയും കൂടെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലിപ്പും കൂടെ കഴിഞ്ഞിട്ട് അങ്ങ് വീഡിയോ എൻഡ് ചെയ്തത്. ഞാൻ ഫുഡും കൂടെ കഴിക്കുന്ന വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഫുഡിൻ്റെ ആക്രാന്തത്താൽ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. അപ്പം അങ്ങനെ ഇതൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പം ശരി എന്നാൽ.